ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് RSSകാരുടെ കീഴിൽ ജീവിക്കാനല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. BJP പ്രകടന പത്രികയിൽ സാധാരണക്കാർക്കൊന്നുമില്ല, രാജ്യത്ത് ഒരു നേതാവ് മതിയെന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ പറഞ്ഞു. Get freedom from the British to be colonized by the ideology of the RSS. We want India to be ruled by all her people, and that is the main difference between us and them. We want to listen to what is in the heart of our people. We want to love and respect their beliefs, their language, their religion, their culture, and they want to impose something from the top. രാഹുൽ ഗാന്ധിക്ക് വയനാടിന്റെ ആവശ്യങ്ങൾ അടങ്ങിയ കത്ത് മാനന്തവാടി രൂപത കൈമാറി. വയനാട്ടിൽ MP-യുടെ സ്ഥിരം പ്രതിനിധിയെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടു. വയനാടിനായി പ്രത്യേക പ്രകടന പത്രിക പുറത്തിറക്കണം, വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നും രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം പറഞ്ഞു. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ്, രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അദ്ദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? നേരത്തെ ഇത്തരത്തിൽ സഭാ പ്രതിനിധികളുമായൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവർ എന്തൊക്കെ ആവശ്യങ്ങളാണ് ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചത്? വിനീത, അല്പസമയത്തിനകം തന്നെ വെള്ളമുണ്ടയിൽ പ്രചാരണം ആരംഭിക്കും. വെള്ളമുണ്ടയിൽ റോഡ് ഷോയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം പടിഞ്ഞാറത്തറയിലും ഒരു റോഡ് ഷോ ഉണ്ട്. അതോടുകൂടി വയനാട് ജില്ലയിലെ ഇന്നത്തെ പര്യടനം രാഹുൽ ഗാന്ധിയുടെ അവസാനിക്കും. അതിനുശേഷം ഹെലികോപ്റ്ററിൽ അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകും. കോഴിക്കോട് കടപ്പുറത്ത് വൈകുന്നേരം 7:30 മണിക്കാണ് പൊതുസമ്മേളനം ഉള്ളത്. നാളെ വയനാട് മണ്ഡലത്തിന്റെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം 7ഓളം സ്ഥലത്ത് റോഡ് ഷോകൾ നാളെ നടത്തുകയും ചെയ്യും. ഇന്ന് ബത്തേരിയിലും പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും റോഡ് ഷോകൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം, കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ എന്നിവരെ ഈ രണ്ട് പിതാക്കന്മാരെയും മാനന്തവാടിയിൽ വെച്ച് രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരുന്നു. ആ ഘട്ടത്തിൽ മാനന്തവാടി രൂപത രേഖാമൂലം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആവശ്യം വയനാട്ടിലെ MP-ക്ക് ഒരു പ്രത്യേക പ്രതിനിധിയെ സ്ഥിരമായിട്ട് ഇവിടെ വേണം. രാഹുൽ ഗാന്ധി ആയിരുന്നു ഇതുവരെയുള്ള MP. അതുകൊണ്ട് സാധാരണക്കാർക്ക് ദൈനംദിന പ്രവർത്തനത്തിന് MP ഓഫീസുമായി ബന്ധപ്പെടാൻ വേണ്ടി ഒരു ഡെലഗേറ്റ്, ഒരു പ്രതിനിധി വേണമെന്ന പ്രധാന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വയനാടിന് പ്രത്യേക ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വയനാടിന് പ്രത്യേക സാഹചര്യം 15 വർഷമായി ഈ മണ്ഡലം രൂപീകരിച്ചിട്ട് ഇതുവരെ ഒരു പ്രത്യേക കേന്ദ്ര ഫണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ ലഭിക്കുന്ന പോലുള്ള കേന്ദ്ര ഫണ്ട് ഇതുവരെ വയനാടിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു കേന്ദ്ര ഫണ്ട് വയനാടിന് വേണം. ഒപ്പം തന്നെ വയനാടിന്റെ അടിസ്ഥാന വികസനം, കർഷകർക്ക് പെൻഷൻ നൽകുക, പാവപ്പെട്ടവർക്ക് വീടുകൾ നൽകുക, ഗതാഗത പ്രശ്നം, ആരോഗ്യ മേഖലയിലെ പ്രശ്നം, രാത്രി യാത്രാ പ്രശ്നം, നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ തുടങ്ങിയ ഇത്രയും കാലം വയനാട്ടുകാർ പറയുന്ന എല്ലാ വിഷയങ്ങളും മാനന്തവാടി രൂപത രേഖാമൂലം എഴുതി രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുകയാണ്. ഈ വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ വേണമെന്നൊരാവശ്യമാണ് മാനന്തവാടി രൂപത മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും ഈ വിഷയങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രസംഗിക്കുന്നുണ്ട്. ബത്തേരിയിലും പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ കോളേജ് വിഷയം പറഞ്ഞിരുന്നു, രാത്രി യാത്രാ പ്രശ്നം പറഞ്ഞിരുന്നു, മറ്റ് വന്യജീവി പ്രശ്നങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജ് പ്രശ്നമാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമാണ്. സംസ്ഥാന സർക്കാരിന് പലതവണ കത്തുകൾ അയച്ചതാണ്, പക്ഷേ സർക്കാർ ഗൗനിക്കുന്നില്ല. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ വയനാട്ടിനെ അവഗണിക്കുകയാണ്. കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുമെന്നൊരു വാഗ്ദാനമാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. വയനാട്ടുകാർക്ക് കഴിഞ്ഞ 5 വർഷം ഒപ്പം നിന്നതിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. വയനാട്ടിലെ ഓരോ അംഗങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്റെ അമ്മ സോണിയാഗാന്ധി അടുത്ത ഒരു 10 ദിവസം വയനാട്ടിലേക്ക് എത്തും, 1 മാസം വയനാട്ടിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് 10 ദിവസം വയനാട്ടിൽ തുടരണമെന്ന് അമ്മയോട് പറയുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മോദിയും കേന്ദ്ര സർക്കാരിനെയും അദ്ദേഹം കടന്നാക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മോദിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, BJP-യുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ബൊക്കയിൽ ഒരു പൂക്കൾ മാത്രം, ഒരേ നിറത്തിലുള്ള പൂക്കൾ മാത്രം മതി എന്ന നിലപാടാണ്. ഒരു രാജ്യം, ഒരു നേതാവ് എന്ന രീതിയിലാണ്, ഒരു ഭാഷ എന്ന രീതിയിലാണ് BJP കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. ഒരു ബൊക്കയിൽ പല നിറത്തിലുള്ള പൂക്കൾ വേണം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് മനുഷ്യർക്കൊപ്പമാണ് നിൽക്കുന്നത്. അതാണ് BJP-യും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യയിൽ RSSന്റെ പ്രത്യയശാസ്ത്രവും കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിന്ന് സ്വാതന്ത്ര്യം നേടിയത് RSSന്റെ പ്രത്യയശാസ്ത്രത്തിന് കീഴിൽ കോളനിവൽക്കരിക്കാൻ വേണ്ടിയല്ല തുടങ്ങിയ അതിരൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി ബത്തേരിയിലും മാനന്തവാടിയിലൊക്കെ തന്നെ പ്രസംഗിച്ചിരിക്കുന്നത്. പുൽപ്പള്ളിയിലെത്തിയപ്പോൾ കർഷകർക്കൊപ്പം നിന്നാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് ഹിമാചലിലൊക്കെ തന്നെ ആപ്പിൾ കൃഷി അത് അദാനിയുടെ കീഴിലേക്ക് പോയിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. ഒപ്പം തന്നെ വ്യവസായികളുടെ കടമാണ് മോദി സർക്കാർ എഴുതി തള്ളുന്നത്. പാവപ്പെട്ടവരുടെ കടങ്ങളൊന്നും തന്നെ എഴുതി തള്ളുന്നില്ല. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തി കഴിഞ്ഞാൽ കർഷകരുടെ വായ്പ മുഴുവൻ എഴുതി തള്ളുന്ന പ്രഖ്യാപനം പുൽപ്പള്ളിയിൽ കർഷകരോടൊപ്പം അദ്ദേഹം നടത്തുകയും ചെയ്തു. ഇനി വെള്ളമുണ്ടയിലും പടിഞ്ഞാറത്തറയിലുമാണ് വയനാട്ടിൽ ഈ റോഡ് ഷോകൾ നടക്കാനുള്ളത്. വൈകുന്നേരം കോഴിക്കോട് കടപ്പുറത്തും വലിയ സമ്മേളനം നടക്കുകയും ചെയ്യും. വിനീത.
ശരി, വെള്ളമുണ്ടയിലേക്ക് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് സിനോജ് തോമസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി 2 പരിപാടികൾ കൂടിയാണുള്ളത്. അദ്ദേഹം കോഴിക്കോട് വൈകിട്ട് എത്തും. അവിടെ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന പൊതുറാലിയിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഏതായാലും വിവിധ വിഷയങ്ങൾ ഉയർത്തി തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തുന്നത്.